ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നുള്ളത് കോട്ടൂർ പഞ്ചായത്തിലെ കേക്കൻമൂലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു കൗതുക കാഴ്ച ഇവിടെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഇതിലാണ് ഞാൻ ഇവിടെ വന്നത്. നമ്മൾ പ്രവിയേട്ടൻ്റെ നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് പ്രവിയേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രവിയേട്ടനോട് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എന്താണ് ഇവിടെ കുഴൽക്കിണർ കുഴിച്ചിട്ട് സംഭവിച്ചേക്കെന്ന് നോക്കാം. പ്രവിയേട്ടനോടൊന്ന് ചോദിക്കാം. വാ, പ്രവിയേട്ട ഇവിടെ തന്നെ ഉണ്ട്. പ്രവിയേട്ട ഇവിടെ പണിയൊക്കെ നടക്കുന്നിടത്തിൽ ഉണ്ട്. പ്രവിയേട്ടോ അല്ല കുഞ്ഞുമോനെ, നീ എത്തിയോ ഇവിടെ? എന്തല്ല പ്രവിയേട്ടാ, നിങ്ങൾ വെള്ളം കൊണ്ട് ഇങ്ങനെ കളിക്കുക അല്ലേ? അതെ, ഈ വേനൽക്കാലത്ത് വെള്ളം കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു അവസരം ഭാഗ്യം കിട്ടിയെന്നുള്ള. കൊടും ചൂടും എവിടെയും വെള്ളം ഇല്ലാത്തൊരു സമയം അല്ലേ? അതെ, അങ്ങനെ സമയത്ത് നിങ്ങൾ എന്തോ ഒരു വിക്രസ് കാണിച്ചു. കാണിച്ചല്ല, ഭൂമി എന്തോ ഒരു വിക്രസ് കാണിച്ചിട്ട്. ഭൂമിയാ വിക്രസ് കാണിച്ചത്? വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പലരും ചോദിക്കും. ഞാൻ പറഞ്ഞ ഒരു മെഷീനിന്റെ അടിയിലിട്ടതാണ്, ഇതിങ്ങനെ തള്ളി കൊണ്ടുവരാം പുറത്തേക്ക്. കറണ്ട് ഇല്ലാത്ത മെഷീൻ ഏതാണ്? കറണ്ട് ഇല്ലാത്തൊരു മോട്ടർ അതിന്റെ അടിയിൽ വർക്ക്. മോട്ടർ അപ്പുറത്തുണ്ട് അല്ലേ? അത് വെച്ച് ഇപ്പൊ എല്ലാരും ചുറ്റുപാടുള്ളവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലേ? സംഭവം ഇതിന്റെ ഫുള്ള് കഥ ഒന്ന് തുടക്കം മുതലൊന്ന് പറഞ്ഞ ഞങ്ങൾ ഒന്ന് കേക്കട്ടെ. പ്രേക്ഷകർക്ക് ഇത് അറിയാനുള്ള കൗതുകമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, വെള്ളം കുഴൽക്കിണർ വെച്ചിട്ട് പുറത്തോട്ട് ചാടിയെന്നൊക്കെ. അതെ അതെ, അത് വളരെ അപൂർവമായി സംഭവിക്കുന്നു. അതെ അതെ, വയനാടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസിൽ കണ്ടു, വയനാട് ഒരു വീട്ടിലിങ്ങനെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഫ്ലോ ഉണ്ട്, ഒഴുകുന്നതായിട്ട് കണ്ടു. അല്ലാതെ പൊതുവേ കുഴൽക്കിണർ അടിച്ചിട്ട് ഒരു 60% പരാജയപ്പെടുക ചെയ്യാം. വെള്ളം ആവശ്യത്തിന് കിട്ടൂല. ചിലർക്കൊക്കെ ഭാഗ്യം പോലെ കിട്ടും. ഇത് കുറച്ചൊരു ഭാഗ്യം കൂടുതലുള്ളതുകൊണ്ട് യന്ത്രം വെക്കാതെ തന്നെ പുറത്ത് കിട്ടുന്നുണ്ട്. ഇത് അങ്ങനെയാണെങ്കിൽ ക്യാമറ ഒന്നും അങ്ങോട്ട് തിരിച്ചു പിടിക്കണം. ഇങ്ങനെ ഒരു വീടിൻ്റെ പ്ലാന്, അതൊരു പാറേൻ്റെ മേലെ കൂടെ. ഇതൊരു ചെങ്ങോട് മലേൻ്റെ താഴ്വരയാണ്. ചെങ്ങോട് മല എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെൽറ്റ അടക്കം മൊത്തം പാറ പൊട്ടിച്ച് വലിയ കോറി മൈനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു പ്രതീക്ഷിക്കുന്ന ഒരു മലയായിരുന്നു. അപ്പോൾ നാട്ടുകാരെ സമരം കൊണ്ട് അത് നിന്നുപോയി. അപ്പോൾ അത് മൊത്തം അടച്ച പാറ നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴ്വരയിലുള്ള വീടാണ് എൻ്റെ തറവാടാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ കുറച്ച് വീടുകളേ ഉള്ളൂ. ഉള്ള വീടുകളിൽ തന്നെ കുടിവെള്ള ക്ഷാമം, ഭയങ്കരമായ കുടിവെള്ള ക്ഷാമത്തിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ വെള്ളം കുഴലടിച്ചിട്ട് വെള്ളം കിട്ടുകയാണെങ്കിൽ ഈ വീട് പണി തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കുഴലടിച്ചത്. വെള്ളമില്ലാതെ നമുക്ക് വീട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കുഴലടിച്ചു, 400 അടി അടിച്ചു, ഒരു വെള്ളവും കിട്ടിയില്ല. വെറും പൗഡർ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കുറച്ച് പൈസ അങ്ങനെ പോയി എന്നുള്ളൊരു സങ്കടത്തിൽ വീട് പണി എന്ന് പറയുന്ന പ്ലാനും പൊളിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു ഡ്രീം ആടെ പൊളിഞ്ഞ് തകർന്ന ഒരു വിഷമത്തിലായിരുന്നു. അങ്ങനെ അത് പൈസയൊക്കെ പോയി നമ്മളെ വേണ്ടി വിട്ടു, ചിന്തയൊക്കെ വിട്ടു. ഒരു 5-6 അത് 400 അടി. എന്നിട്ടും തീരെ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും വന്നില്ല പുറത്തേക്ക്. അങ്ങനെ ഒരു 5-6 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് ഇത് ചാക്ക് കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചായിരുന്നു. ചാക്കിട്ട് മൂടി അതിൻ്റെ മേലൊരു കല്ല് എടുത്ത് വെച്ച് അടച്ചു വെച്ച ഒരു സ്ഥിതിയിലായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇതിലിങ്ങനെ നനവ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട്, ഇങ്ങനെ വന്ന് നോക്കുന്നു. അപ്പോൾ ഞാൻ വന്ന് ചാക്കും ഇതൊക്കെ പറിച്ച് പുറത്തിട്ട് നോക്കും, വെള്ളം ഈ ഫ്ലോയിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ മോട്ടർ വെക്കാതെ അപ്പം പിന്നെ ഇത് മേലുള്ള ഉറകിലായിരിക്കും എന്നായിരിക്കും വെള്ളം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചാടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടർ ഇറക്കാൻ വീണ്ടും പേടിയായി. കാരണം മോട്ടർ ഇറക്കി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മണൽ താഴോട്ട് ഇറങ്ങിയിട്ട് മോട്ടർ അവിടെ സെറ്റായി പോകും, പിന്നെ കുഴൽക്കിണറേ പോയി പോകും. അപ്പോൾ പിന്നെ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാവോ എന്നുള്ള സമയമായി. അങ്ങനെ പല പരീക്ഷണവും നടത്തി അവസാനം ഇതിങ്ങനെ ടോപ്പിട്ട് പുറത്തേക്ക് ആക്കി ഇവിടെ JCB കൊണ്ടൊരു കുഴിയെടുത്ത് അതിൽ ഷീറ്റ് ഇട്ട് ഇപ്പോൾ ഒരു തൽക്കാല കുളം നമ്മളെ ആവശ്യത്തിന് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ ഇനി മഴക്കാലത്ത് ഇതിന് ഭയങ്കര ഒരു ഫ്ലോ വരികയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ മാറ്റി. ഈ കൊടും ചൂടിൽ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതെ, ഈ മഴ പെയ്ത എന്താ? മഴ പെയ്ത ഒരു പക്ഷേ ഇവിടുന്ന് ഒരു അരുവി പ്രൈവറ്റ് അരുവി ചെങ്ങോട് മലയെന്ന് അല്ല, നിലവിൽ ഇതിന് നേരെ സ്ട്രെയിറ്റ് ഒരു ലൈന് പിടിച്ചാൽ അവിടെ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം, ഒരു കുഴി ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് നല്ല വേനലുള്ള കാലത്ത് വരെ അവിടെ വെള്ളം ഉണ്ടാവുമായിരുന്നു. അത് ഒരു ഉരുൾപൊട്ടൽ വന്ന് വലിയൊരു പാറ ഇടിഞ്ഞ് വീണിട്ട് അത് നികന്നുപോയി. അങ്ങനെ ആ അരുവി അവിടെ സ്റ്റോപ്പായി പോയതാണ്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ചാലിൽ കിണർ വന്നതുകൊണ്ടായിരിക്കണം ഇത് ഇങ്ങനെ. പക്ഷേ എന്തുകൊണ്ട് ആ കുഴൽക്കിണർ അടിച്ച സമയത്ത് ഇത് വെള്ളം വന്നില്ല? അതാണ് ഈ പാറ അടുക്കുകളുടെ ഇടയിലുള്ള ഉറവയായിരിക്കും ഈ വരുന്നത്. പക്ഷേ ആ കുഴൽക്കിണർ എന്ന് പറഞ്ഞത് ഒറിജിനൽ വരുന്നത് ഒരു ലെയറിന്റെ അടിയിൽ ഫുള്ള് വെള്ളം ഉണ്ടാവുമ്പോൾ അത് അടിച്ച് പുറത്തേക്ക് വരിക ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ലെയർ ഇതിനുണ്ടാവില്ല. പക്ഷേ സമയത്ത് കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ? അതെ, കഴിഞ്ഞ് ഇത് ഫില്ല് ചെയ്ത് വരണല്ലോ. ഇത് 400 അടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1000 ലിറ്റർ വെള്ളമൊക്കെ ഉള്ളൂ. അത് ഫില്ല് ചെയ്ത് ഈ ഫ്ലോയെ ഉണ്ടാവും.
ഇപ്പോൾ ഉള്ള നിലവിൽ വെള്ളത്തിന് ഒരുപക്ഷെ മലേൻ്റെ മേലുള്ള ഏതോ ഒരു വെള്ളം കെട്ടുന്ന വരുന്ന ചെറിയൊരു ഉറവയായിരിക്കും വരുന്നത്. ഈ മഴക്കാലത്ത് ഇത് ചിലപ്പോൾ ശക്തി പ്രാപിക്കുന്നുണ്ടാവും. ശക്തി ഇങ്ങനെ ഇപ്പൊ വന്നിട്ടുണ്ട്, ശക്തി പ്രാപിക്കുന്നുള്ള ഉറപ്പായിരിക്കും. താഴെയുള്ളവരൊന്ന് കരുതി നിൽക്കുന്നത് നന്നായിരിക്കും. ഇവിടെ അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു തോട് ഇങ്ങനെ ഒഴുകി ജനങ്ങൾക്കൊക്കെ ഒരു ഗുണം കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് പോകുമല്ലോ. സ്ഥലം കിടക്കുന്നത് കോട്ടൂർ പഞ്ചായത്തിലെ കോട്ടൂർ പഞ്ചായത്ത് മൂലാട് കിഴക്കൻ മൂലാട് മറ്റേ വടേക്കര വടേക്കര ആണ് ഈ സ്ഥലത്തിന് മൊത്തം. ഈ വീട്ടിന്റെ പേരും ഈ സ്ഥലത്തിന്റെ പേരുമായിട്ട് വടേക്കര. ചെങ്ങോട് മലന്റെ താഴ്വര. അതെ, ചെങ്ങോട് വരെയാണ് താഴ്വര. പ്രകൃതി ഭംഗിയല്ല അവിടാണ് ഈ സംഭവം നടന്നത്. നല്ല തണുത്ത വെള്ളമാണ് അല്ലേ? നല്ല തണുത്ത വെള്ളം. പിന്നെ അതിപ്പോ ഈ ചുറ്റുപാടുള്ള വീട്ടുകാർക്കൊക്കെ സ്വന്തമായിട്ട് മോട്ടോർ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് സംശയം ഉണ്ടാവും ഈ മോട്ടോർ ഇതിൽ വെച്ചിട്ട് അടിക്കുകയാണെന്ന്. സംഗതി അതല്ല. അല്ല, മോട്ടോർ ഈ കുളത്തിലിട്ടാണ്. മോട്ടോർ കുളത്തിലിട്ടതാണ്. ഞാൻ ഈ കുളത്തിൽ പോകണ്ട. അപ്പോൾ നമ്മളെ വീട്ടിന്റെ ആവശ്യത്തിനും പിന്നെ പുറത്തുള്ള ഇപ്പോൾ ചുറ്റുപാടുള്ള 2-3 വീട്ടുകാർക്കും ഒക്കെ നമുക്ക് അവർക്ക് ഇത് മോട്ടറിൽ നിന്ന് തന്നെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് അടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുന്ന് മോട്ടർ ആ പ്രവിയേട്ടാ ആ ഒന്ന് മോട്ടറിന്റെ പൈപ്പ് തല ഒന്ന് വന്നിട്ട് ഇതാ നിങ്ങളാ ഒന്നുകൂടി വന്നിച്ചേ. ഓക്കെ ഇത് 2 മീറ്റർ നീളത്തില് കുളം പോലെ ഉണ്ടാക്കിയിട്ട്. അതെ അങ്ങനെ ചെയ്തു വെച്ചതാ. ഇത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണമെന്നുണ്ട്. വെള്ളത്തിന്റെ ഫ്ലോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാം. പ്രവിയേട്ടൻ്റെ കുഴൽക്കിണർന്ന് വെള്ളം ഇതാ മോട്ടറൊന്നും അടിക്കാണ്ട് വെള്ളം വരുന്നുണ്ട്. എന്താ രസം അല്ലേ? ഇപ്പം കറണ്ട് ബില്ല് അടയ്ക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ ആരും മോട്ടറൊന്നും വെച്ചില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓവർ വെള്ളം ഫ്ലോ ആകുന്നത് കൊണ്ട് ഒരു ചെറിയൊരു പൈപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുത്തതാണ്. ഇതാ ഇത് നോക്കിയാൽ നല്ല തെളിനീരാണ്. ചെറിയൊരു ഒരു കുളം പോലെ കുഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഡാർപ്പായിട്ട് ഒരു മോട്ടർ ഇതിൽ വെച്ച് പുറത്തോട്ട് വെള്ളം എടുക്കും. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. ആ പണിയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ടേക്ക് എടുക്കാനുള്ള പദ്ധതികളൊക്കെ പ്രവിയേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഗംഭീരമാണ്. ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന കറണ്ട് ബില്ലൊന്നും അടയ്ക്കാതെ മോട്ടറൊന്നും വെക്കാതെ പുറത്തോട്ട് വെള്ളം രാവും പകലും ഇനി അങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ ഒരു കൊടും ചൂടിലും വേനൽക്കാലത്തുമാണ് ഈ വെള്ളം ഇങ്ങനെ ഈ ഒരു ഫ്ലോയിൽ വരുന്നത്. അപ്പോൾ മഴക്കാലം കൂടി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഒരു വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടാനുള്ള സാധ്യത പ്രവിയേട്ടൻ കണക്കാക്കണം. അല്ലെങ്കിൽ പെടും. ഈ ഏരിയയിലൊന്നും വെള്ളമായിട്ട് കിട്ടുന്നില്ല എന്നാണ് പ്രവിയേട്ടൻ പറയുന്നത്. നോക്കിയേ, അടിപൊളി വെള്ളം. കുഴൽക്കിണർ കുഴിച്ച ആളെ ചീത്തയൊക്കെ പറഞ്ഞു തന്നിട്ട് അത് 400 അടി കുഴിക്കേണ്ട, ഒരു 200 അടി അടിച്ചിട്ട് 200 അടി വെള്ളം കിട്ടത്തില്ലേ വേറെ സ്ഥലത്ത് അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പം ഞാനിവിടുന്ന് അങ്ങോട്ട് മാറിയ സമയത്ത് ഇത് 300 കടന്നു പോയി. പിന്നെ എന്നോട് ചോദിച്ചു 50 അടിക്കട്ടെ. ആദ്യം ഞാൻ 50 അടിച്ച് 400 എത്തി. അവസാനം ബിറ്റ് വിട്ടു ഞാൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ വെള്ളമില്ല. വെള്ളം കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ എന്തായാലും അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ ഇത്ര പിന്നെ പോകേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുകാർക്കൊക്കെ ഉണ്ടായി. ആ പൈസേൻ്റെ കാര്യത്തിൽ മുമ്പ് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു. ആ പൈസ അതിൻ്റെ അടിക്ക് അനുസരിച്ച് ഓരോന്നിനും പൈസ ഉണ്ടല്ലോ. ആ രീതിയിൽ വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ തന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ ഒന്നാക്കി ഒരു ദിവസം നിങ്ങൾ വിളിക്കുക, ഞാൻ കുറഞ്ഞ പൈസ കൂടി മൂപ്പർക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ട് ഈ വെള്ളം നിലനിൽക്കുന്നുണ്ടെങ്കിൽ. ഇതിനാരാ കുറ്റി അടിച്ച്? ഇതിന്റെ കുറ്റി ഞാൻ തന്നെയാ. അത് വെറുതെ അല്ല, എന്തായാലും പൈസ ചെലവാക്കി. ഇനി മറ്റൊരാളെ ഭാഗ്യപരീക്ഷണമാണ്. എനിക്ക് ഭാഗ്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ തന്നെ ഒരു കുറ്റി അങ്ങോട്ട്. അതെ, അല്ലാതെ ഇടാനുണ്ടായി. ഇവിടെ വലിയൊരു മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തായ്വേര് പോകുന്ന മരമുള്ള തന്നെ താഴെ വെള്ളം ഉണ്ടാവും. ഈ കുഴലിന്റെ വെള്ളം കിട്ടിയില്ലെങ്കിലും സാധാരണ ഉറവ് വെള്ളം വരും. അതെങ്കിലും കിട്ടാൻ ഉപയോഗിക്കാന്നുള്ളൊരു ധാരണ, ശാസ്ത്രീയതയോടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടാണ് അതുപോലെ ചെയിന കൊണ്ടുവന്ന് ഇങ്ങനെ ചാടിച്ചാടി കളിക്കും. ഒരു തേങ്ങയും തേങ്ങ കിട്ടാനില്ല, ചെയിന സ്വർണ്ണത്തിനൊടുക്കത്തെ വിലയും നമ്മള് കൈകൊണ്ട് തന്നെ അങ്ങോട്ട് ചൂണ്ടി കാണിച്ചു ഇവിടെ തന്നെ കുഴിച്ചു. അതാണ് നമ്മളെ കുറ്റി. ആ കുറ്റിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഭാഗത്തുനിന്നാണ്. അതെ, ആ കുറ്റി അതും അങ്ങനെ ഉണ്ടല്ലോ. സ്വന്തമായ ഒരു തീരുമാനം എടുത്തിട്ട് അത് പരാജയപ്പെട്ട നാട്ടുകാർ മൊത്തം പറയും. അതായത് നമ്മുടെ കുടുംബക്കാരൊക്കെ അതുപോലെ ഒരാളെ കാണിച്ചിട്ട് ചെയ്ത ജിയോളജി നാളെ വിളിച്ച് ചെയ്താൽ ചെയ്യുന്നു, ആവശ്യമില്ലാണ്ട് കൊണ്ട് എത്ര പൈസ പോക്കി എന്നൊക്കെയുള്ള സംസാരം വരും. അതുകൂടി നമുക്ക് ഒരു മാനസിക പീഡനം. അത് പക്ഷെ ഭാഗ്യം തുണച്ചു. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇത് കേൾക്കേണ്ടി വരും. അതെ, 50,000-60,000 റുപ്യൻ്റെ അടുത്ത് ചെലവ് വന്ന് അത് പോയി നശിപ്പിച്ചു. അവന്റെ തോന്നിയാസാണ് പറയൂ. എന്തായാലും സംഗതി ഗംഭീരമായിട്ടുണ്ട്.
ഒന്ന് മോങ്ക യോഗ എല്ലാ ക്ഷീണവും തീരും. സംഗതി പൊളിയാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനി കാണാം. പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. ഓക്കെ, ബായ്.